ഹേയ് ഹലോ. അപ്പോൾ ഇന്നെന്താന്ന് കട്ടിംഗ് ബോർഡും കിച്ചൺ യൂട്ടൻസിലൊക്കെ ആയിട്ട് ഇന്നല്ലേ. സോ നമ്മൾ ഇന്നൊരു ക്വിക്ക് സാലഡാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗ്രീക്ക് യോഗട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രീക്ക് യോഗട്ട് ഇല്ലാതുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധനം തന്നെ ലാസ്റ്റ് പറയാം. ആൻഡ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള വെജീസോ ഫ്രൂട്ട്സോ ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ആപ്പിൾ, പ്രൊമഗനേറ്റ് ആൻഡ് ക്യാരറ്റ് ആൻഡ് ഓൾസോ ക്യൂക്കമ്പറും കൂടി എടുത്തിട്ടുണ്ട്. ആൻഡ് ആദ്യം ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഞാൻ ചോപ്പ് ചെയ്യുന്നത് കുക്കമ്പറാണ്. അപ്പോൾ സോ കുക്കമ്പറിൻ്റെ നമ്മൾ സാലഡ്സിന് യൂസ് ചെയ്യുമ്പോൾ കുക്കമ്പറിൻ്റെ ഈ ഉള്ളിലത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ കുറച്ചൊന്ന് കളയുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും. കാരണം നമുക്ക് അത് നമ്മൾ കളയത്തൊന്നുമില്ല, അത് കഴിക്കുക. ബട്ട് സാലഡ്സിന് വരുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ ഈ ബാക്കി വന്ന പീസ് നമ്മൾ കഴിക്കും. ആൻഡ് അത് നന്നായിട്ട് കുനുകുനായിട്ട് അവിടെ സൈഡാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് പീൽ ചെയ്ത് വെച്ച് ക്യാരറ്റ് എടുക്കുക. പീൽ ചെയ്ത് വെച്ച ക്യാരറ്റും അതേപോലെ കുനുകുനായിട്ട് ആൻഡ് ഓൾസോ നെക്സ്റ്റ് വേണ്ടത് ആപ്പിളാണ്. ഈ ആപ്പിൾ നിങ്ങൾക്ക് പീൽ ചെയ്തിട്ടോ പീൽ ചെയ്യാതെയോ യൂസ് ചെയ്യാം. ഞാനിവിടെ പീൽ ചെയ്യാണ്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടേതായ അളവിൽ നിങ്ങൾക്ക് മുറിക്കാം. മീൻസ് നിങ്ങൾക്ക് എത്ര സൈസ് വേണം, ചെറുങ്ങനെ മുറിക്കണോ, അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് മുറിക്കാം. ഞാനിവിടെ എനിക്ക് അത്യാവശ്യം കടിക്കാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എനിക്ക് കടിക്കാൻ കിട്ടണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്ന് എന്താ സാലഡിൻ്റെ റെസിപ്പി എന്നൊക്കെ ആയിട്ട് വരണ്ട. ഞാൻ കുറച്ചൊന്ന് ഹെൽത്തിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് കുറച്ച് കാലം സാലഡൊക്കെ കഴിച്ചൊന്ന് ഹെൽത്തി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ല കേട്ടോ, കുറച്ച് ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ മാത്രമല്ല ഇത് കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും എമൗണ്ടിൽ ഞാൻ അത് എടുക്കുന്നത്. പ്രൊമഗ്രനേറ്റ് ഞാനിവിടെ ഹാഫ് എടുത്തിട്ടുള്ളൂ. ആൻഡ് നല്ല മധുരമുള്ള പ്രൊമഗ്രനേറ്റ് ആൻഡ് ഓൾസോ ആപ്പിളും നല്ല മധുരമാണ്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ളത് നോക്കിയിട്ട് എടുക്കാം. ആൻഡ് അതും കുനുകുന മീൻസ് അതിൻ്റെ ഇതൊക്കെ വൈറ്റ് പോർഷൻസൊക്കെ കളഞ്ഞിട്ട് ആ ഒരു റെഡ് പോർഷൻ മാത്രം ആക്കിയിട്ട് നമ്മളൊന്ന് ഇതാക്കിയെടുക്കുക. ആൻഡ് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നെക്സ്റ്റാണ് നമുക്ക് മെയിൻ ഐറ്റം വേണ്ടുന്നത്. ഇതെല്ലാം ഒന്ന് സൈഡാക്കുക. ആൻഡ് ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കൊറിയാണ്ടർ ആഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എമൗണ്ടിൽ എനിക്ക് ആക്കണം. അതുകൊണ്ട് ഞാൻ ഇത്രയും വലുപ്പമുള്ള ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ബൗളിലേക്ക് നമ്മൾ ഗ്രീക്ക് യോഗട്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ ഗ്രീക്ക് യോഗട്ട് നിങ്ങൾ ഒരാളാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കുറച്ചൊരു 2 ടേബിൾ സ്പൂണോൾ മതിയാവും. ഞാനിവിടെ കുറച്ചാൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ഒരു ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇത് ആഡ് ചെയ്ത് മിൽക്കി മിസ്റ്റിൻ്റെ ഗ്രീക്ക് യോഗട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചെറിയ ഡബ്ബക്ക് 55 റുപ്പീസാണ് വരുന്നത്. ആൻഡ് അത് ഞാൻ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഹെൽത്തി അല്ലാണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എന്താ പറയുക മയോണീസ് ആഡ് ചെയ്യാം. മയോണീസ്, ചില്ലി ഫ്ലേക്സ് അതൊക്കെ ആഡ് ചെയ്യുക. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. ആൻഡ് മുളക് പൊടിയേയും കാട്ടിയും ബെറ്റർ ചില്ലി ഫ്ലേക്സ് ആൻഡ് കുരുമുളക് പൊടി ആയിരിക്കും. ഞാനിവിടെ രണ്ടും ആഡ് ചെയ്യലുണ്ട്. എനിക്ക് എരിവ് അത്യാവശ്യം വേണം, അതുകൊണ്ട് ഞാൻ രണ്ടും ആഡ് ചെയ്യലുണ്ട്. ആൻഡ് അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നല്ലോണം കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ലെമണും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെമണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോ. അപ്പോൾ ചിലക്ക് ഈ തൈരും ലെമണൊക്കെ വരുമ്പം ആ ഒരു കോംബോ ഇഷ്ടപ്പെടില്ല. ബട്ട് ഞാൻ പൊതുവേ എൻ്റെ സാലഡ്സിൽ ലെമൺ യൂസ് ചെയ്യലുണ്ട്. നമ്മുടെ ഈ ക്യുക്കമ്പർ ലെമൺ എന്നൊക്കെ പറയുമ്പം പിന്നെ യോഗേർട്ട് അല്ലെങ്കിൽ കേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഭയങ്കരമായിട്ട് എനർജി ആൻഡ് ഓൾസോ എല്ലാം നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മളെ ബോഡീനെ നിർത്തിക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. ആൻഡ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് അത്യാവശ്യം നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ വെച്ച ഫ്രൂട്ട്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കുറേ പേര് ഒണിയൻ ആഡ് ചെയ്യും. ഞാൻ സലാഡ്സിന് പൊതുവേ ഒണിയൻ ആഡ് ചെയ്യലില്ല, ചിലപ്പോൾ ആഡ് ചെയ്യാറുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ സൈഡിൽ ഗ്രാൻഡ് മദറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കോർണറിൽ വെച്ചിട്ടാണ് എൻ്റെ കുക്കിംഗ് പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. എനിക്ക് ഈ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ
എസ്തറ്റിക്കായിട്ട് കഴിക്കുക, ലൈക്ക് അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ഈ സാലഡിനെ മിക്സാക്കി എടുക്കണം. അത്യാവശ്യം മീൻസ് നല്ലവണ്ണം ആ ഒരു എന്താ പറയുക, നമ്മുടെ കേട് യോഗട്ട് അതിൽ ഫുള്ളായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ മിക്സാക്കി എടുക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം കുറച്ച് എരിവിൻ്റെ കുറവ് ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചുകൂടി എരിവ് ആഡ് ചെയ്തു. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഇത്ര അങ്ങ് എരിവ് ആഡ് ചെയ്യണ്ട. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എഗ്ഗാണ്. എഗ്ഗ് ഇഷ്ടമുള്ളവർ ആഡ് ചെയ്താൽ മതി. എഗ്ഗ് ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനിവിടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട മതിയാകും. ഞാൻ അത്ര കുറേ എഗ്ഗ് ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഒരു മുട്ട എടുത്തത്. ആൻഡ് നെക്സ്റ്റാണ് അത് സൈഡിലേക്ക് മാറ്റി വെക്കുക. നെക്സ്റ്റ് ഞാൻ പറയുന്നതാണ് യോഗട്ടിന് പകരമായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മിൽക്കി മിസ്റ്റിൻ്റെ പ്രോബയോട്ടിക് കേർഡ്. ഇതിൻ്റെ ബ്ലൂവും ഗ്രീനും വരുന്നുണ്ട്, പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡുമാണ്. ഇത് രണ്ടും അടിപൊളിയാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെ അത്യാവശ്യം കട്ടിയുള്ളതാണ്. മീൻസ് തൈരൊക്കെ നല്ല യോഗട്ട് പോലെ തന്നെ ഇരിക്കും. ആൻഡ് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ട്രസ്റ്റ് മീ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അടിപൊളിയാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പം ഇത്രയുള്ളൂ. നെക്സ്റ്റ് സീ യു